ഹായ് എവ്രിവൺ. ഞാൻ എൻ്റെ ട്രേഡിംഗ് ക്ലോസ്ഡായി. ഞാൻ ജസ്റ്റ് റെക്കോർഡൊക്കെ ചെയ്തതായിരുന്നു, പക്ഷെ മൊത്തത്തിൽ ഹാങ് ആയി. ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചില സ്ക്രീനും രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത് പറയുന്നുണ്ട്. സോ ഓക്കെ, ഞാനൊന്നും കൂടെ റെക്കോർഡ് ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ ട്രേഡ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ മൂവ് ആയപ്പോൾ തന്നെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എൻട്രി എടുക്കാനുള്ള റീസൺ എൻ്റെ ഇന്നത്തെ കൺസെപ്റ്റും ഞാൻ പറയാം. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഡൗൺ സൈഡ് മാർക്കറ്റിൽ പോകണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്, മോർണിംഗ് തന്നെ. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു എൻട്രി എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡൗൺ സൈഡ് പോകാൻ. പക്ഷെ ഇവിടുന്നത്തെ എൻട്രി എടുക്കാനും പക്ഷെ ഞാൻ റാൻഡം ആയിട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസത്തെ ആ ഒരു മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. നോക്കുമ്പോൾ ഇതൊക്കെ എടുത്തിരുന്നെങ്കിൽ റാൻഡം ആയിട്ട് എടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നു. പിന്നെ ഉള്ള നമ്മുടെ ഓപ്ഷൻ വെച്ചാൽ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ തീരുമാനിച്ച ആ ഒരു സൈഡിലോട്ട് നമുക്ക് എൻട്രി കിട്ടിയില്ലാന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പോകണം. അവിടെ അതായത് ലൈവ് പ്രീവിയസ് ഡേന്റെ SL നോക്കിയിട്ടാണ് നമ്മൾ കറണ്ട് ഡേയിൽ ട്രേഡ് എടുക്കുക. കറണ്ട് ഡേയിൽ ട്രേഡ് നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ SL എവിടെയാണോ ക്രിയേറ്റ് ആകുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഹണ്ടിൽ നമ്മൾ ഹണ്ടിങ് എന്ന കൺസെപ്റ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അപ്സൈഡ് ഇപ്പം പ്രീവിയസ് ഡേനാറിൽ എനിക്ക് എൻട്രി കിട്ടിയില്ല, അതായത് ഫുഡ് സൈഡ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ ഫുഡ് സൈഡ് എനിക്ക് എൻട്രി കിട്ടില്ല, സെറ്റ് വന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ പിന്നെ കറണ്ട് ഡേയിൽ നമ്മുടെ ലൈവ് മാർക്കറ്റിൽ എവിടെയൊക്കെയാണ് SL ക്രിയേറ്റ് ആവാൻ ചാൻസസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് പോകാം. അതായത് മാർക്കറ്റിന് ട്രെൻഡിനനുസരിച്ചിട്ട് പോകാം. അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് ഞാൻ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്സൈഡ് പോയിരിക്കുന്നവിടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ട്രെയിൽ ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും ഉണ്ടാകും. അങ്ങനെ ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഭാഗത്തുള്ളിടത്തോളം നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ എൻട്രി റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണുള്ളത്, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണുള്ളത് അവിടെ ആയിരിക്കണം നമ്മുടെ എൻട്രി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ എൻട്രി ഏകദേശം ഇവിടെയാണ്. എൻ്റെ പ്രീമിയത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രൈസ് ഈ ഒരു ലെവലിലായിരുന്നു. അത് നമ്മൾ സ്ലിപ്പ് വരും, നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്താലും 2-3 സെക്കൻഡൊക്കെ ഡിഫറൻസ് വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ എൻട്രി എടുത്തു. 1:2 ഇവിടെ ഹിറ്റ് ആയപ്പോൾ തന്നെ ഏകദേശം 120+ പോയിന്റ്സ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എയിം എന്ന് വെച്ചാൽ 200 പോയിന്റ്സ് ആണ്. സ്പോട്ടിന്റെ ചാർട്ടിൽ 1:2 ആണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ പ്രീമിയത്തിൽ എൻ്റെ ടാർഗറ്റ് 1:4 ആണ്. അതായത് 200+ പോയിന്റ്സ് വരും. എൻ്റെ SL ഫിക്സഡ് ആണ് 50 പോയിന്റ്സ്. ഡെയിലി മാക്സിമം ട്രേഡ്സ് വരുമ്പോൾ 2 ട്രേഡ്സ് ആണ്, 2 എൻട്രി ആണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ മാക്സിമം ലോസ് എടുത്ത് ഒരു ദിവസം 100 പോയിന്റ്സിന്റെ ലോസ് വരും. അങ്ങനെ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം 2 എൻട്രി ലോസ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്ലാനിൽ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു ലോസ് കവർ ആവാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരെ വരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഞാൻ 200 പോയിന്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഓർഡേഴ്സ് ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് നോക്കുന്നത്, ഈ ഒരു ട്രേഡ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യായിരുന്നു. കറക്റ്റ് നമ്മൾ എൻട്രി എടുക്കുന്നത് കൃത്യമായിട്ട് ആയിരിക്കണം. കൃത്യം എൻട്രി ആണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്നത് നമ്മുടെ കയ്യിലാണ്. പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യണമെന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വരേണ്ടതായിരുന്നു, ടാർഗറ്റ് വരേണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എനിക്ക് ഏകദേശം 200 പോയിന്റ്സ് അച്ചീവ് ആയി. എനിക്ക് പ്രോഫിറ്റ് 6200. ഇത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ. ബൈ.